ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് നല്ല അടിപൊളി റൈസുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെയാണ്, അപ്പോൾ നമുക്ക് ചിലവ് കുറഞ്ഞ നല്ല ടേസ്റ്റുള്ള റൈസൊക്കെ അല്ലേ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ചെയ്യുന്നത് ഒരു ബീഫ് മന്തിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, പിന്നെ കുറച്ച് ചേരുവകളും മതി. പിന്നെ അടുത്തതായിട്ടൊരു പ്രഷർ കുക്കർ ചിക്കൻ ബിരിയാണിയാണ്. ബസ്മതി റൈസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രഷർ കുക്കർ ബിരിയാണിയാണ് കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ പെരുന്നാളിനൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ബീഫ് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 1 കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ സെല്ലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സെല്ല കൊണ്ട് മന്തി ഉണ്ടാക്കുമായിരിക്കും നല്ലത്. അപ്പോൾ നല്ല നീളമുള്ള റൈസ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. പിന്നെ നമുക്ക് മന്തി ഉണ്ടാക്കാൻ ഗോൾഡൻ കളർ ബസ്മതി റൈസിനേക്കാൾ നല്ലത് വൈറ്റ് സെല്ല ബസ്മതി റൈസാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നല്ലപോലെ കഴുകിയതിന് ശേഷം വേണം അത് കുതിർത്ത് വെക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ കുതിർത്തതിന് ശേഷം കഴുകുമ്പോൾ അരിയൊക്കെ പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ബീഫൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ വലിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല നെയ്യുള്ള ബീഫ് തന്നെ എടുക്കുക കേട്ടോ. ഇതിലേക്ക് ഇപ്പോൾ ഞാനിപ്പോൾ 2-3 പീസ് എക്സ്ട്രാ നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. പിന്നെ ചേർക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഞാനിപ്പോൾ 2 ചിക്കൻ മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. പിന്നെ 5 ഏലക്ക, 5 ഗ്രാമ്പു, പിന്നെ 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുരുമുളക് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഫെന്നൽ സീഡ്സ് അതായത് പെരുംജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം അതായത് നല്ല ജീരകം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഒരു നാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത്. പിന്നെ സൺഫ്ലവർ ഓയിൽ ഒരു 1/2 കപ്പ് ഒഴിച്ചെടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചോറിൽ നല്ലൊരു എണ്ണമയം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചേർത്ത ചിക്കൻ മാഗി ക്യൂബിൽ തന്നെ ഉപ്പുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ബീഫ് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം വാർത്തിട്ടാണ് കേട്ടോ അപ്പോൾ ഈ കുക്കറിലേക്ക് ഇട്ടിട്ടുള്ളത്. കുക്കറിലല്ലാതെയും ബീഫ് വേവിക്കാം. ഒരു ഗ്രേവി ടൈപ്പിലാണ് നമ്മൾ ബീഫ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും കുക്കറിനനുസരിച്ച് വേവിക്കുന്ന ടൈമിൽ വ്യത്യാസം വരും. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ വേവിക്കും. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് 6 വിസിൽ വരുന്നത് വരെയും. പിന്നെ കുക്കറിലെ പ്രഷറെല്ലാം പോയതിന് ശേഷമാണ് തുറക്കുക. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ റൈസ് വേവിക്കാനുള്ള വെള്ളത്തിലേക്ക് 5 ഏലക്കയും 5 ഗ്രാമ്പും പിന്നെ 2 കറുവപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങയുടെ നീരും, വലിയൊരു നാരങ്ങയുടെ നീരാണ് കേട്ടോ. പിന്നെ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ്. നമ്മുടെ ചോറ് നല്ല സോഫ്റ്റായിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ റൈസ് വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നാരങ്ങനീര് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് ഒട്ടിപ്പിടിക്കാതെ വിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 90-95% വരെ വേവിച്ചാൽ മതി കേട്ടോ. പിന്നെ ഒരു 15 മിനിറ്റ് നമ്മളിതൊന്ന് ദമ്മിലിടുന്നുണ്ട്. അപ്പോൾ റൈസൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 90-95% കേട്ടോ. ഒരു ഇത്തിരി വേവ് കുറവായി തോന്നുന്ന സമയത്താണ് നമ്മളിത് ഊറ്റിയെടുക്കേണ്ടത്. അപ്പോൾ റൈസ് നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗ്രേവി ടൈപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്ര ഗ്രേവി വേണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ബീഫ് വേവിക്കുമ്പോൾ നല്ല ഗ്രേവി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വറ്റിച്ച് കളഞ്ഞാൽ മതി. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ബീഫൊക്കെ. ഇനി നമുക്കിത് ദമ്മിടുന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുക്കറിൽ ദമ്മിടല്ല കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ വലിയൊരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാനിപ്പോൾ ദം ചെയ്യുന്നത്. നോൺ സ്റ്റിക്ക് പാൻ തന്നെ വേണമെന്നില്ല, നമുക്ക് ചെമ്പട്ടി അങ്ങനെയൊക്കെയുള്ള ഉരുളിയൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ദം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ അത് അടുപ്പിൽ വെച്ചിട്ടുള്ളത്. ഇനി ബീഫിൻ്റെ മുകളിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിനിപ്പോൾ റൈസിലോട്ട് പ്രത്യേകിച്ച് ഓയിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ആ ബീഫിലുള്ള ഓയിൽ നമ്മൾ നന്നായിട്ട് ഈ റൈസിലോട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവും ദം ചെയ്തതിന് ശേഷം. പിന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് കളർ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഇച്ചിരി 2 ഡ്രോപ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത്ര റെഡ് കളറാണ് ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. വീട്ടിലൊക്കെ ആണെങ്കിൽ റെഡ് കളർ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നല്ലൊരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ചാർക്കോൾ കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി പുക പോകുന്നതിന് മുമ്പ് തന്നെ ഇത് അടച്ചു വെക്കുക കേട്ടോ. ഹോളൊക്കെ ഞാനിപ്പോൾ ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളത് ദം ചെയ്തെടുക്കുന്നത്. 15 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മന്തി നല്ല അടിപൊളിയായിട്ട് ദമ്മായിട്ട് കിട്ടിയിട്ടുണ്ട്.
ഇനി നമ്മളിതൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ചൂടോട് കൂടി നന്നായിട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ അടിയിലുള്ള ബീഫും മസാലയൊക്കെ ഉണ്ടല്ലോ അത് ഈ റൈസുമായിട്ട് മിക്സ് ചെയ്യണം. അപ്പോഴേ റൈസിലോട്ട് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചിട്ടുള്ളത് ബീഫിലാണല്ലോ, ആ ഓയിലൊക്കെ നമ്മുടെ റൈസിൽ മിക്സ് ആയിട്ട് വരണം. അപ്പോൾ റൈസ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് പിന്നെ നമ്മളത് മിക്സ് ചെയ്തെടുക്കാവും നല്ലത്. മുകളിലുള്ള റൈസ് മാത്രം കുറച്ച് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെമ്പട്ടി എടുത്തിട്ട് ഇങ്ങനെ കുടഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കുറച്ച് റൈസ് ഒന്ന് മാറ്റണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുടഞ്ഞെടുക്കാനും പറ്റില്ല. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ റൈസിൻ്റെ അടിയിലുള്ള ബീഫൊക്കെ നന്നായിട്ട് ദമ്മായി വന്നിട്ടുണ്ട്. വെള്ളമൊന്നും അധികമായിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കിടിലൻ ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് മന്തിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് തന്നെയാണ്. എപ്പോഴും ചിക്കൻ മന്തി ഉണ്ടാക്കാതെ ഇടയ്ക്കൊക്കെ ഇനിയിപ്പോൾ ഇതുപോലുള്ള ബീഫ് മന്തി ഉണ്ടാക്കാം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ സ്റ്റീൽ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം നെയ്യും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 മീഡിയം വലിപ്പത്തിലുള്ള സവാള നേരിയതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. അപ്പോൾ സവാള നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ സവാള നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്യാനും അതുപോലെ തന്നെ മസാലയിലേക്കും കൂടിയിട്ടുള്ള സവാളയാണ് കേട്ടോ. അപ്പോൾ സവാള ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് പകുതി മാറ്റണം കേട്ടോ. അപ്പോൾ ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സവാളയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് പകുതി മാറ്റുന്നത്. പിന്നെ ബാക്കി പകുതി നമുക്ക് ബിരിയാണി മസാലയിലേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ മസാലയിലേക്കുള്ള സവാള നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വറുത്തെടുത്തിട്ടാണ് ഞാനിപ്പോൾ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ സവാള ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്നിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്തിരി അണ്ടിപ്പരിപ്പും വറുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ സവാള വറുത്തെടുക്കാം കേട്ടോ, എന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ സവാള നല്ല പോലെ ഡാർക്ക് ആവാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 2 കറുവപ്പട്ടയും ഒരു 5 ഏലക്കയും 5 ഗ്രാമ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2 ബേ ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു കുഞ്ഞു ബേ ലീവ്സാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ ഇഞ്ചി ചതച്ചതാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് കേട്ടോ അത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളിനി തക്കാളി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ തക്കാളി വെന്തുടയുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ല പോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലയും 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചിക്കൻ കറി മസാലയും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇപ്പോൾ ഞാൻ 500 ഗ്രാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലിയ ചിക്കൻ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് എടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചിക്കനും മസാലയും ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടച്ചു വെക്കാം, വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയിലേക്കുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 3 കപ്പ് ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷമാണ് ഇപ്പോൾ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല നീളമുള്ള വെള്ള ബസ്മതി റൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഏലക്കയും ഗ്രാമ്പും പട്ടയും വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ബിരിയാണി മസാലയിൽ തന്നെ അത്യാവശ്യം സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ റൈസിൽ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുക കേട്ടോ. ഒരു 60% മാത്രം റൈസ് വേവിച്ചാൽ മതി. അപ്പോൾ കണ്ടോ റൈസൊക്കെ ഇപ്പോൾ ഇവിടെ നല്ല പോലെ കുക്കായിട്ടുണ്ട്. നമ്മൾ 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ 60% മാത്രം വേണം റൈസ് വേവിച്ചെടുക്കാൻ, ഓവറായിട്ട് കുക്ക് ചെയ്യരുത്. ഇനി നമുക്കിതിൽ നിന്ന് ഊറ്റി റൈസ് മാറ്റാം. അപ്പോഴേക്കും ചിക്കനൊക്കെ ഇപ്പോൾ ഇവിടെ ഏകദേശം കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ടായിട്ടുണ്ട് ചിക്കനിൽ.
അപ്പോൾ ഇനി ഒന്നും കൂടി അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം ഒരു 7 മിനിറ്റാണ് ചിക്കൻ വേവിച്ചത്. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു 7 മിനിറ്റും കൂടി കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ വേവിനനുസരിച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്തുടയുന്നത് വരെ ഒന്നും കുക്ക് ചെയ്യേണ്ട, ഒരു 1/4 ഭാഗത്തോളമൊക്കെ ചിക്കൻ വേവിച്ചാൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈരാണ് ചേർക്കുന്നത്. ഇത് പുളിയില്ലാത്ത തൈരൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം പുളിയൊക്കെ ഉള്ള തൈര് തന്നെയാണ്. പിന്നെ മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കനൊക്കെ ഇപ്പോൾ ഏകദേശം 1/4 ഭാഗത്തോളം കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. സ്റ്റീൽ കുക്കർ ആയതുകൊണ്ട് തന്നെ അടി പിടിക്കാൻ നല്ല സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റീൽ കുക്കറൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളമൊക്കെ ഇപ്പോൾ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇത്ര മതി, നന്നായിട്ട് വറ്റിച്ചെടുക്കണ്ട. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് വറുത്ത സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ ചോറിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ചോറിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ബിരിയാണി ദം ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു 1/2 ഭാഗത്തോളം റൈസ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തതും, അതുപോലെ മല്ലിയിലയും പുതിനയിലയും, പിന്നെ നെയ്യും ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ നെയ്യാണ് ഇപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി വീണ്ടും നമുക്ക് ബാക്കിയുള്ള റൈസും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ 60% മാത്രമാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കേണ്ടത്. അതുപോലെ ചിക്കനും ഒരു 1/4 ഭാഗത്തോളം വേവിച്ചാൽ മതി. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് വേണം അതുപോലെ ദം ചെയ്യാൻ കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും. അപ്പോൾ വീണ്ടും ലാസ്റ്റ് ലെയറിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്തതും, സവാള വറുത്തതും, പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം 2-3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ നമ്മുടെ റൈസ് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പാലിൽ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കലക്കിയതാണ് കേട്ടോ ചേർക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിതിലേക്ക് ചോറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. ഒരു വിസിൽ വരുന്നത് വരെയാണ് വേവിക്കേണ്ടത്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. എന്നിട്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഞാനിപ്പോൾ 6.5 ലിറ്ററിൻ്റെ കുക്കറിലാണ് കേട്ടോ ഇപ്പോൾ ബിരിയാണി ദം ചെയ്തെടുക്കുന്നത്. 3 കപ്പ് അരിയും 1/2 കിലോ ചിക്കനുമാണ് ഇപ്പോൾ ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇപ്പോൾ കണ്ടോ, ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട്. വിസിൽ വടിച്ച ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അപ്പം തന്നെ നമ്മളിതിലത്തെ പ്രഷറും കളയണം കേട്ടോ. പ്രഷർ വെച്ചിരിക്കാൻ പാടില്ല. കംപ്ലീറ്റ് പ്രഷറും കളഞ്ഞിട്ട് നമ്മൾ അപ്പം തന്നെ ഈ പ്രഷർ കുക്കറിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണിയൊക്കെ ഓവറായിട്ട് കുക്കായിട്ട് പോവും. അപ്പോൾ ഇതിൻ്റെ പ്രഷറെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ബിരിയാണി നല്ല പെർഫെക്റ്റ് ആയിട്ട് ദമ്മായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നമ്മൾ പതുക്കെ വേണം അതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കാണിക്കുന്നത്. ഇനി നമ്മൾ ഈ കുക്കറിലിട്ടത് മിക്സ് ചെയ്യരുത് കേട്ടോ. നമ്മൾ വലിയൊരു പാത്രത്തിലൊക്കെ ഇട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മളിത് സെർവ് ചെയ്യാൻ. അപ്പോൾ ഞാൻ സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പോട്ടിലിട്ടിട്ടാണ് ഇപ്പോൾ റൈസും ചിക്കനും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കനും മസാലയൊക്കെ അടിയിലും റൈസും മുകളിലും ആയിരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് നല്ലൊരു വലിയ പോട്ടിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം സെർവ് ചെയ്യാൻ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തതും, അതുപോലെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടോ, നമ്മുടെ ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുക്കറിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ബസ്മതി റൈസ് വെച്ചിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. അപ്പോൾ ഈ ബിരിയാണിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.